Good morning. Good morning. Good morning. Morning. Good morning. Yes. Good morning. Mr. Black. Good morning. എന്റെ ക്ലാസ്സിൽ നമ്മുടെ ആംബുലൻസ് സർവീസസിലെ ക്രൂ മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? വരെ പറഞ്ഞു? ആംബുലൻസ് ഡ്രൈവർ വരെയാണോ പറഞ്ഞത്? ആംബുലൻസ് ക്രൂയിങ്ങിലുള്ളത് ആരൊക്കെയാണ്? ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ. നെക്സ്റ്റ് വരുന്നത് നോൺ എമർജൻസി അറ്റൻഡന്റ് ആണ്. നോൺ എമർജൻസി അറ്റൻഡന്റ്. Okay. This role has different level of training across the world, but these staff are commonly only needed to carry out patient transport duties, which can include structural wheelchair cases rather than acute care. When dependent on provider, they may be instructed in first aid or extended skills such as use of an AED oxygen therapy and other life-saving palliative skills. They may give emergency cover when other units are not obtainable or when accompanied by fully qualified technician or paramedic. ആരാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്? നോൺ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ? നോൺ എമർജൻസി എന്താണ്? എമർജൻസി കേസസ് അല്ലാത്തത് അല്ലെ? ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നോൺ എമർജൻസി അറ്റൻഡന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്?
അതൊരു കോമൺ സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് പേഷ്യന്റ് ട്രാൻസ്ഫർ ഡ്യൂട്ടീസ് മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്ട്രെച്ചറിലും വീൽ ചെയറിലൊക്കെ വരുന്ന കേസസുകളാണ് അവർ കോമൺലി ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് അക്യൂട്ട് കെയറിനേക്കാൾ കൂടുതൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, കുറച്ച് എമർജൻസി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവർക്ക് അറിഞ്ഞിരിക്കാം. അതെന്തൊക്കെയാണ്? Depend on provider, they may be instructed in the first aid or external skills such as use of an AED oxygen therapy. ബേസിക് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്കിലും കൊടുക്കാനായിട്ട് ഇവർക്ക് അറിഞ്ഞിരിക്കണം. അതില് ബേസിക് സ്കില്ലിൽ വരുന്നതാണ് എന്താ, AED ഓക്സിജൻ തെറാപ്പി കൊടുക്കാൻ സാധിക്കുന്നത്. അത് ലൈഫ് സേവിങ് സ്കില്ലാണ്. അതായത് AED എന്ന് പറയുന്നത് എന്താണ്? AED ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് എന്താ? AED നോട്ട് ചെയ്യാം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ defibrillator, automated external defibrillator, AED, AED expansion ആണ് പറഞ്ഞ കേട്ടോ. automated external defibrillator. ഫസ്റ്റ് എയ്ഡ് ഓക്സിജൻ തെറാപ്പി ആണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ഓക്സിജൻ തെറാപ്പി ആണ്. ഓക്കെ, അതായത് ഇപ്പൊ സഡൻ ആയിട്ടുള്ള കാർഡിയാക് അറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്താണ് നമ്മള് ഫസ്റ്റ് എയ്ഡ് ഓക്സിജൻ തെറാപ്പി ആയി AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലൈഫ് സേവിങ് മെഷീൻ ആണ്. ഓക്കെ, അപ്പൊ നോൺ എമർജൻസി അറ്റൻഡന്റിനെ സംബന്ധിച്ചിടത്തോളം അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഇനി they may give emergency cover when other units are not obtainable or when accompanied by a fully qualified technician or paramedic. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കും? നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ കൂടെ അക്കമ്പനി ചെയ്യുന്നത് ആരായിരിക്കും? ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പാരാമെഡിക്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ട് ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പാരാമെഡിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായി? നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ആണ്. പ്രത്യേകിച്ച് വീൽ ചെയർസിലും സ്ട്രെച്ചർലെസ്സും ഉള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നിരുന്നാലും കൂടി എന്താണ്, അത്യാവശ്യമുള്ള കുറച്ച് ലൈഫ് സേവിംഗ് പാലിയേറ്റീവ് സ്കിൽസുകൾ അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സ്കിൽസുകളെങ്കിലും അവയർനെസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രില്ലേറ്റേഴ്സ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അത്തരം സ്കില്ല് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? നോൺ എമർജൻസി അറ്റൻഡന്റ്. നെക്സ്റ്റ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഇതിന്റെ പേരുകൾ അങ്ങോട്ട് മാറി പോരുത് കേട്ടോ. ഇവിടെ എല്ലാം നോക്കി, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പേരുകൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നേരത്തെ പഠിച്ചത് നോൺ എമർജൻസി അറ്റൻഡന്റ് ആണ്. ഇപ്പൊ പഠിക്കുന്നത് എന്താണ്? എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഓക്കെ, ഫ്രണ്ട് ലൈൻ ഓഫ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ടു who are at occurrence in both emergency and non-emergency situations. Their job is to help the technician or paramedic. They are working with the carry out their duties such as making up medication, setting up fluid, or doing simple observations. For emergency care assistant, പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. ആരുടെ കൂടെയാണ്? പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻസിലും നോൺ എമർജൻസി സിറ്റുവേഷൻസിലും എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ആവശ്യം വരുന്നുണ്ട്. അതായത് ഇവരുടെ ജോബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ടെക്നീഷ്യൻസിനെയും പാരാമെഡിക്സും ചെയ്യുന്ന വർക്കുകളിൽ അവർ അസിസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഡ്യൂട്ടിയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും പാരാമെഡിക്സും ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ആണ്, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് കൈകാര്യം ചെയ്യുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്? മേക്കിംഗ് അപ്പ് മെഡിക്കേഷൻസ് അല്ലെ, മെഡിക്കേഷൻസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, IV ഫ്ലൂയിഡ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, പിന്നെ സിമ്പിൾ ഒബ്സർവേഷൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആ ഒരു എല്ലാ ടൈമിലും എമർജൻസി കെയർ അസിസ്റ്റന്റ് ഇവരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. നോക്കുക, ബോത്ത് എമർജൻസി ആൻഡ് നോൺ എമർജൻസി സിറ്റുവേഷൻസിലും എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ടെക്നീഷ്യന്റെയും പാരാമെഡിക്സിന്റെയും വർക്ക്സുകൾ അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ?
Okay. മനസ്സിലായോ? Yes. Next ആരാണ്? Emergency medical technician. Emergency medical technician. Technicians are generally able to do a wide range of emergency care skills such as defibrillation, spinal immobilization, bleeding control, splinting or suspected fractures, help the patient, some medications and oxygen therapy. Certain countries split this term into levels such as in the US where the EMT basics and EMI intermediate. Okay, അപ്പോൾ നമ്മൾ ഇപ്പൊ പഠിക്കുന്നതിൽ ഏറ്റവും വൈഡ് റേഞ്ചസ് ഓഫ് ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അഥവാ EMT എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി സ്കില്ലുകളായിരിക്കും. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെയാണ്? ഡിഫിബ്രിലേഷൻ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ, ഡിഫിബ്രിലേഷൻ ഹാർട്ടിന്റെ പ്രവർത്തനം നിന്ന് പോയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫിബ്രിലേഷൻ ഉപയോഗിക്കാനായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കുന്നു. പിന്നെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ. എന്ത് സിറ്റുവേഷൻ ആണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ? എന്ത് സംഭവിക്കുമ്പോഴാണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്? സ്പൈനൽ കോഡിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണോ? ആണോ? ആയിരിക്കോ? യെസ് അല്ലെ. അപ്പൊ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് that uses devices strategy to stable to a spine after injury to prevent spinal cord damage. അതായത് നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറീസോ അപകടങ്ങളൊക്കെ സ്പൈനൽ കോഡിന് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് സ്പൈനൽ ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാല് എന്താണ്, സ്പൈനൽ കോഡിന് ഡാമേജ് വരാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ്, സാൻഡ് ബാഗുകൾ അല്ലെങ്കിൽ സ്പൈനൽ കോഡ്സ് പ്രത്യേകമായിട്ടൊന്നും വരാതിരിക്കാനായിട്ട് എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സാൻഡ് ബാഗ്സുകൾ ഉപയോഗിക്കും. പിന്നെ എന്താണ്, സ്ട്രക്ചറുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ആംബുലൻസിലാണെങ്കിൽ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നത് എങ്ങനെയായിരിക്കും, വളരെയധികം കെയർഫുൾ കൊടുത്തിട്ടായിരിക്കുള്ളൂ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അകത്തോട്ടൊക്കെ എടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ സ്പൈനൽ കോഡിന് ഡാമേജ് വരാതിരിക്കും, ഇഞ്ചുറീസ് സംഭവിച്ച ആൾക്കാർക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് പേഷ്യൻസിന് ആംബുലൻസിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ ചെയ്യാനായിട്ടും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ബ്ലീഡിംഗ് കൺട്രോൾ. ബ്ലീഡിംഗ് കൺട്രോൾ അല്ലെ, ചില പേഷ്യൻസിന് ചില സിറ്റുവേഷൻസിൽ എന്താണ് ബ്ലീഡിങ് അമിതമായി വരാനുള്ള സാധ്യതയുണ്ട്, രക്തസ്രാവം അമിതമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സും അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്. സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്, സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, നമ്മള് എല്ലുകളൊക്കെ മുറിയില്ലേ, എല്ലുകളൊക്കെ മുറിഞ്ഞ സമയത്ത് നമ്മള് അത് നോർമലി ഒരാൾക്ക് അത് നോർമൽ ആയിട്ട് കിട്ടാൻ പറ്റില്ല, പക്ഷെ ഒരു എമർജൻസി ടെക്നീഷ്യൻസിന് മാത്രമായിരിക്കുള്ളൂ അതിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ മുറിഞ്ഞ എല്ലുകളൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തിട്ട് അത്തരം പേഷ്യൻസിന് ആംബുലൻസിനകത്തേക്ക് കയറ്റാനായിട്ട് സാധിക്കുക. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ച പേഷ്യൻസിന് എല്ലുകൾ വിഭജിച്ചോ അല്ലെങ്കിൽ പുറത്തേക്കായിട്ടൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനെ അതിൽ കൂടുതൽ അപകടങ്ങൾ വരാതെ അവരെ കുറച്ചുകൂടി നമ്മള് അവരെ പൊസിഷനിങ് ചെയ്തിട്ടായിരിക്കണം ആംബുലൻസിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ helping the patient with some medications and oxygen therapy. പിന്നെ എന്താണ്, പേഷ്യൻസിന് മെഡിക്കേഷൻസ് കൊടുക്കുന്നതിനും ഓക്സിജൻ തെറാപ്പി ഒക്കെ കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് നല്ല രീതിയിൽ അവയർനെസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ എമർജൻസി കെയർ സ്കിൽസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, defibrillation, spinal immobilization, breathing control, splitting suspected fractures and medications provide ചെയ്യാതെ തന്നെ ഓക്സിജൻ തെറാപ്പി. ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അദ്ദേഹത്തിന്റെ എമർജൻസി സ്കിൽസിൽ വരുന്നത്. ഓക്കെ, ഇനി അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ?
നിങ്ങളെ ഈ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചേ, എഴുതിക്കോളൂ കേട്ടോ. It is a procedure. It is a procedure. It is a procedure that uses. It is a procedure that uses. It is a procedure that uses devices and strategies. Devices and strategies. Devices and strategies. Devices and strategies to stabilize. To stabilize. Stabilize here. To stabilize. To stabilize the spine. The spine. S-P-I-N-E. The spine after an injury. The spine after an injury. The spine after an injury. The spine after an injury to prevent spinal cord damage. To prevent spinal cord damage. To prevent spinal cord damage. Another parayan, spinal immobilization is a procedure that uses devices and strategies to stabilize the spine after an injury to prevent spinal cord damage. Clear? Yes. നമ്മുടെ സ്പൈനൽ കോഡ് ഡാമേജ് വരാതെ സ്പൈനെ നമ്മൾ സ്റ്റേബിൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. പറയണോ? It's a procedure that uses devices and strategies to stabilize the spine after an injury to prevent spinal cord damage. To prevent spinal cord damage. Okay. Yes. ഇതാരാണ് ചെയ്യുന്നത്? ആരുടെ ഡ്യൂട്ടിയാണ്? ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് certain countries split this term into levels. ചില കൺട്രീസിൽ, പ്രത്യേകിച്ച് US പോലുള്ള കൺട്രീസിൽ എന്താണ് ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന പേര് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്ന് EMT ബേസിക് എന്നും EMI ഇന്റർമീഡിയറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, EMT ബേസിക് എന്നും EMT ഇന്റർമീഡിയറ്റ്, അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ബേസിക് ആൻഡ് എമർജൻസി മെഡിക്കൽ ഇന്റർമീഡിയറ്റ്. ഇവിടെ I എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻസിൽ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? EMT തന്നെയാണ് കേട്ടോ. US അറിയാം ഈ ടേം തന്നെ നമ്മൾ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നുണ്ടാവുന്ന EMT ബേസിക് എന്നും, അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ബേസിക് ആൻഡ് എമർജൻസി മെഡിക്കൽ ഇന്റർമീഡിയറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ പറഞ്ഞ കാര്യം ടീച്ചർ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, മനസ്സിലായി ഇപ്പൊ പറഞ്ഞ പോയിന്റ്? ഇത്രയുള്ള US പോലത്തുള്ള അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നമ്മൾ രണ്ട് പേരിൽ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തിടോ ആരെങ്കിലും. ടീച്ചറിന്റെ PDF 80 ആണ്, നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. 72 പേജ് നമ്പർ 72 നമ്മളെ എമർജൻസി ക്രൂ മെമ്പേഴ്സിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര എത്തി? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വരെ ആയി കേട്ടോ. കാണാത്തവര് റെക്കോർഡ് ക്ലാസ് കാണാം. ഇനി നെക്സ്റ്റ് ക്രൂ മെമ്പർ എന്ന് പറയുന്ന ആരാണ്? അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? EMT ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എമർജൻസി ക്രൂ മെമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? EMT എന്ന് പറയുന്നത് കേട്ടോ.
അത് ഓർത്ത് വെക്കപ്പോൾ. നെക്സ്റ്റ് registered nurse. In certain system, nurses are principal providers of advanced level care on ambulances, usually in place of paramedics. Nurses may also work on ambulances for critical care transport. Registered nurse അല്ലെങ്കിൽ RN എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതായത് PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് നഴ്സുമാരാണ് രജിസ്റ്റേർഡ് നഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവർ എങ്ങനെയുള്ള ആംബുലൻസിലായിരിക്കും ഈ RN നേഴ്സ് ഉണ്ടായിരിക്കുക, ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടായിരിക്കുക? എങ്ങനെയുള്ള ആംബുലൻസിലാണ് ഉണ്ടായിരിക്കുക? അഡ്വാൻസ് ലെവൽ കെയർ ആംബുലൻസിലായിരിക്കും, അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസിലായിരിക്കും ഒരു രജിസ്റ്റേർഡ് നഴ്സുകൾ ഉണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയുള്ള പ്രത്യേക സിറ്റുവേഷൻസിലാണ്? ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് അല്ലെ. നഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസസ് ഫോർ എ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടേഴ്സിലായിരിക്കുള്ളൂ പ്രത്യേകമായിട്ടും രജിസ്റ്റേർഡ് നഴ്സുകൾ, ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സസുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ? Then paramedics. ആരാണ് പാരാമെഡിക്സ്? This is a high level of medical training and often comprises of key skills not allowable for technicians, such as cannulation, and with the ability to administer the range of drugs such as morphine, tracheal intubation, and other skills such as executing cricothyrotomy. Okay, paramedicsന് എന്തുണ്ട്? കുറച്ച് സ്പെഷ്യൽ സ്കിൽസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? കാനുലേഷൻ. കാനുലേഷൻ എന്താണ്? കാനുലേഷൻ എന്താണ്? മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. നമ്മളുടെ വെയിനിലേക്ക് ഒരു തിൻ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ പോലെ നമ്മൾ അതൊരു തിൻ ട്യൂബ്, നമ്മുടെ കയ്യിൽ ഒരു തിൻ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഇഞ്ചക്ഷൻ പർപ്പസസിന് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാനുലേഷൻ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? പാരാമെഡിക്സുകളാണ്. ഇനി പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ്? എബിലിറ്റി ടു അഡ്മിനിസ്റ്റർ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ. എന്താണ് മോർഫിൻ എന്ന് പറയുന്ന ഡ്രഗ്? ഇവിടെ പെയിൻ റിലീഫ്സ് അല്ലെ, വേദന സംഹാരി കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ത് മോർഫിൻസ് പോലുള്ള ഡ്രഗ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഡ്രഗ്സുകളൊക്കെ കാനുലേഷൻസിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പാരാമെഡിക്സുകളാണ്. പിന്നെ കാനുലേഷൻ കൂടാതെ മറ്റെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ട്രക്കിയൽ ഇൻറ്റുബേഷൻ. ട്രക്കിയൽ ഇൻറ്റുബേഷൻ. വാട്ട് ഈസ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ? ഇൻറ്റുബേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ? ഇൻറ്റുബേറ്റ്. ഏത് സിറ്റുവേഷൻ ആണ് നമ്മൾ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യുന്നത്? നമുക്ക് എന്ത് ഡിഫിക്കൽട്ടി വരുമ്പോഴാണ് ചെയ്യുന്നത്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള സിറ്റുവേഷൻസ് അല്ലെ. പ്രത്യേകിച്ച് ലങ്സിന് ആവശ്യത്തിലധികം ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ, ലങ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ആവശ്യത്തിലധികം ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്ത്? ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ കൊടുത്ത് ഓക്സിജൻ മാക്സിമത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ലങ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബ്രീത്തിങ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യുന്നത്. പിന്നെ അതർ സ്കിൽ ഏതാണ്? സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രിക്കോതൈറോട്ടമി. കേട്ടിട്ടുണ്ടോ ഈ ഒരു വാക്ക്? പാരാമെഡിക്സിൽ ചെയ്യുന്ന മറ്റൊരു പ്രൊസീജിയർ ആണ് എന്ത്? ക്രിക്കോതൈറോട്ടമി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വാക്ക്? ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. എന്താണത് ക്രിക്കോതൈറോട്ടമി എന്ന് പറയുന്നത്? എന്താണ്? അതായത് ചില അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ രോഗിയുടെ എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ വായുമാർഗം പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ പ്രത്യേകിച്ച് നെക്കിന്റെ ഒക്കെ ബാക്കിലായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഇൻസിഷൻസ് കടത്തിവിട്ട് അതിലൂടെ വായുമാർഗം ഈസി ആക്കുന്ന പ്രൊസീജിയർ ആണെന്ത്? ക്രിക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ്? അതായത് ലൈഫ് സേവിംഗ് ആയിട്ട് ചില ജീവന അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ എന്താണ് രോഗിയുടെ വായുമാർഗം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന പുഴുവാണെന്ത്? ക്രിക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? പാരാമെഡിക്സുകളാണ് കേട്ടോ. പാരാമെഡിക്സിന്റെ വൈഡ് റേഞ്ച് ഓഫ് ക്വാളിറ്റി സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് കാനുലേഷൻസ്, പിന്നെന്താണ് ഡ്രഗ്സ്, മോർഫിൻ പോലുള്ള ഡ്രഗ്സുകൾ കാനുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രക്കിയൽ ഇൻറ്റുബേഷൻസ്
പ്രത്യേകിച്ച് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള സിറ്റുവേഷൻസിലൊക്കെ ട്രക്കിൽ ഇൻക്യുബേഷൻ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ജീവൻ അപകടമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പേഷ്യൻസിന്റെ വായുമാർഗം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ ഹിപ്പോതൈറോട്ടമി ചെയ്യാനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാരാമെഡിക്സിന് നല്ല രീതിയിൽ അവയർനെസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് കാനുലേഷൻ, ട്രക്കിയൽ ഇൻക്യുബേഷൻ ആൻഡ് ക്രിക്കോതൈറോട്ടമി. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ് എമർജൻസി സിറ്റുവേഷൻസിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ? അത് എഴുതണോ? ക്രിക്കോതൈറോട്ടമി എന്താന്ന് എഴുതി വെക്കണോ? നോട്ട് ചെയ്യണോ നിങ്ങൾക്ക്? യെസ്, റൈറ്റ് ഓൺ. റൈറ്റ് ചെയ്യട്ടോ. Is a surgical procedure. വേണമെന്നുള്ളവർ എഴുതിയെടുത്തോളൂ, ഒന്ന് അറിഞ്ഞിരിക്കാം. Is a surgical procedure that involves making. Is a surgical procedure that involve making. Is a surgical procedure that involve making an incision, മുറിവ്, an incision in the neck to create. ഇത് നെക്ക് നമ്മുടെ കഴുത്തിലാണ് ഇടുന്നത് കേട്ടോ, കഴുത്തിന്റെ ബാക്കിലായിട്ടാണ് in the neck to create, in the neck to create an airway for a patient, an airway for a patient in a life-threatening situation. Nodi parayam is a surgical procedure that involves making an incision in the neck to create, making an incision to the neck to create an airway for patient in a life-threatening situation. That is cricothyrotomy. Okay. Next ആരാണ് വരുന്നത്? എമർജൻസി കെയർ പ്രാക്ടീഷണർ. എമർജൻസി കെയർ പ്രാക്ടീഷണർ, ECP എന്ന് നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് പറയും കേട്ടോ, ECP. Okay. This position is outlined to bridge the link between ambulance care and care of a general practitioner. ECPs are already eligible paramedics who have gone through further training and are trained to decades medicine for longer period care such as antibiotics, as well as being trained in a range of additional diagnostic techniques. Emergency care practitioner എന്ന് പറയുന്നത് ECP എന്ന് പറയുന്നത് ഇതിന്റെ പൊസിഷൻ എന്താണ്? എന്താണ് ഇതിന്റെ പൊസിഷൻ? വായിച്ചു നോക്കിയേ. സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പാരാമെഡിക്സുകൾ തന്നെയാണ് അല്ലെ എമർജൻസി കെയർ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് who have gone through further training are trained to decades medicine for long period care. അല്ലെ, പ്രത്യേകിച്ച് ഇവർക്ക് എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം? പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ, അതേപോലെ തന്നെ ലോങ്ങർ പീരീഡ് കെയർ കൊടുക്കാനും, പിന്നെ എന്താണ് അഡീഷണൽ ആയിട്ട് ഡയഗ്നോസിസ് ടെക്നിക്സുകൾ കൂടിയിട്ട് എമർജൻസി കെയർ പ്രാക്ടീഷണേഴ്സിന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അതൊക്കെ സജസ്റ്റ് ചെയ്യാൻ, അതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് മെഡിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് അല്ലെ. അത് കൈകാര്യം ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ എന്താണ് ചില അഡീഷണൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സുകളൊക്കെ അറിയുന്നവരായിരിക്കണം എമർജൻസി കെയർ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്, അഥവാ ECPs എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ്.
physician assistant. Physician assistants are seen mainly in English-speaking countries, are known as physician associates in some countries. PAs mirror the practice of physician and are able to provide the range of medical skills a physician provides. Normally working this association with physician through in an ambulance. Physician assistant എന്ന് പറയുന്നത് ആരാണ്? Physician assistant എന്ന് പറയുന്നത് physician assistant ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഇവരെ പറയുന്നത് physician associates എന്നാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ ചില കൺട്രീസിലൊക്കെ ഇവരെ പറയുന്ന പേര് physician associates എന്നാണ് കേട്ടോ. physician assistant പറയുന്ന മറ്റു പേരാണ് എന്ത്? physician associates എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നത് എന്താണ്? PA അഥവാ physician assistant. ഓക്കെ, യെസ്. ഇവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും? അതേപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് മെഡിക്കൽ സ്കിൽസുകളുള്ള പേഴ്സൺ ആയിരിക്കുള്ളൂ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഡിസസോസിയേഷൻ വിത്ത് ഫിസിഷ്യൻ, അതായത് നമ്മുടെ ഫിസിഷ്യൻ ഇല്ലാത്ത സാഹചര്യത്തില് അല്ലെ, ഫിസിഷ്യൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തില് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അല്ലെ, പ്രത്യേകിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ ഫിസിഷ്യന്റെ മെയിൻ ഫിസിഷ്യന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് for in an ambulance environment this is may not possible in seated advanced direction on electronic communication is available to PAs to consult with the physician when needed. ഇനി നമുക്കറിയാം നമ്മുടെ ആംബുലൻസിൽ എന്താണ് എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഉള്ളത് തന്നെ ഇപ്പോ ഫിസിഷ്യൻ അസാന്നിധ്യത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഫിസിഷ്യനോട് എവിടെ നിന്നാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ത് ചെയ്യാൻ പറ്റും? അവരായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് ചിലപ്പോൾ ആ ഒരു സമയത്ത് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി വരുന്നത് ഫിസിഷ്യൻ അസിസ്റ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ച് അദ്ദേഹം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ആംബുലൻസിൽ വെച്ച് പേഷ്യൻസിന് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും എമർജൻസി കേസസ് വന്നാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താണ് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആംബുലൻസിൽ വർക്ക് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? Yes. Next, physician. Physician ആരാണ്? Doctors may be present in the specialist ambulances units, most notably the air ambulances with full range of additional skills such as use of prescription medicines. Okay, physicians ഏത് ആംബുലൻസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്സുകൾ അല്ലെ. സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് ആംബുലൻസുകൾ എന്ന് പറയുന്നത്? ഇതാണ് സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ്. എയർ ആംബുലൻസസ് അല്ലെ. എയർ ആംബുലൻസസ് വിത്ത് ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. അപ്പൊ ഒരു ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ആംബുലൻസസിൽ മാത്രമായിരിക്കും ഫിസിഷ്യൻ ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിന് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. മാത്രമല്ല പ്രത്യേകിച്ച് അതിലൊരു കാര്യം പറയുന്നുണ്ട്, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു എന്താ പറയാ ഫിസിഷ്യൻസിന് മാത്രമാണ് എന്താ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരമുള്ള അല്ലെ. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആംബുലൻസിൽ മാത്രമായിരിക്കുള്ളൂ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. അദ്ദേഹം എന്ന് പറയുമ്പോൾ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള എല്ലാത്തരം എമർജൻസി സ്കിൽസുകളുള്ളതായിരിക്കുള്ളൂ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എയർ ആംബുലൻസിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. നമ്മൾ പഠിച്ച എന്താണ് ഇത് മനസ്സിലായോ? ഫിസിഷ്യൻ മനസ്സിലായോ? യെസ്. ക്രൂ മെമ്പേഴ്സ് ആണ് അല്ലെ. ആംബുലൻസ് ക്രൂസ് ഒക്കെ ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ആരൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്റ്റേർഡ് നഴ്സ്, പാരാമെഡിക്സ്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, physician assistant and physician. Okay, clear ആണോ നിങ്ങൾക്ക്?
ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, നമ്മുടെ ആംബുലൻസ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ആംബുലൻസ് കഴിഞ്ഞു. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഈ കോസ്റ്റിന്റെ ഭാഗങ്ങൾ നോക്കണം. പിന്നെ നമ്മുടെ ആംബുലൻസിന്റെ ടൈപ്സുകൾ പഠിച്ചില്ലേ നമ്മള്? ഫങ്ഷണലി ഉള്ള ടൈപ്സും പഠിക്കണം. ലെവൽ ഓഫ് കെയറിന്റെ ബേസിസിൽ നമ്മൾ ആംബുലൻസിന്റെ തരംതിരിക്കുന്നത് അത് പഠിക്കണം. പിന്നെ അവിടെ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ, മെഡിക്കൽ മൊബൈൽ ഡാറ്റ ടെർമിനൽസ്, ട്രോമ ലൈറ്റിംഗ്, ടെയിൽ ലിഫ്റ്റ്, CCTV മുതലായ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, റേഡിയോളജി എടുത്തോണ്ടിരിക്കുന്നില്ലേ മിസ് മിലു? മിസ് എടുക്കുന്നില്ലേ? റേഡിയോളജി തുടങ്ങിയില്ലേ? നെക്സ്റ്റ് നമ്മള് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 13 മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. What is spillage എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? എന്താണത്? മാലിന്യ ചോർച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലീക്ക്ഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ലീക്കായി പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽസുകൾ അങ്ങനെ കേട്ടിട്ടില്ല നമ്മള്? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റസുകൾ ആണ് ഉള്ളത്, അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതിന്റെ സോഴ്സ് എവിടെയാണ്, അതിന്റെ ടൈപ്സ് എങ്ങനെയാണ്, ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാമെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്, ഇൻട്രൊഡക്ഷൻ നോക്കാം. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. Okay. So spillage waste എന്ന് പറയുന്നത് എന്താണ്? ഏത് തരം ഐറ്റമോ മെറ്റീരിയലോ ആണെങ്കിൽ അത് സ്പില്ലായിട്ടോ ലീക്ക് ആയിട്ടോ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിന്നും ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൽ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തുളുമ്പി പോകുന്ന വസ്തുക്കൾ എന്നൊക്കെ പറയില്ല, നമ്മുടെ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ, അങ്ങനെയാണ് ഇതിനെ പരാമർശിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസ് ലബോറട്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ആൻഡ് ഹോംസ് ആർ ജസ്റ്റ് എ ഫ്യൂ പ്ലേസസ് where this kind of garbage can be found. നമുക്കറിയാം ഇത്തരം പ്ലേസസിലാണ് പ്രധാനമായിട്ട് ഹോസ്പിറ്റൽ മുതൽ നമ്മുടെ ഹോം വരെയുള്ള അത്തരം സിറ്റുവേഷൻസിലാണ് എന്ത് വരുന്നത്? ഇത്തരം ഗാർബേജ് ടൈപ്പ് ഓഫ് വേസ്റ്റസുകൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ? സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മേ കൺസിസ്റ്റ് ഓഫ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തരത്തിലുള്ള സ്പിൽ വേസ്റ്റസുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് അല്ലെ? രക്തമോ അല്ലെങ്കിൽ മറ്റ് ശരീരദ്രവങ്ങൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ അല്ലെങ്കിൽ അപകടമായിട്ടുള്ള മറ്റ് വസ്തുക്കളൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ കാണുന്ന സ്പില്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഹോസ്പിറ്റൽസ് മേ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ്? ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ ഇതിന് മാനേജ് ചെയ്യണ്ടേ? നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം? വളരെ ജെനുവിൻ മാനേജ്മെന്റോട് കൂടി ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരേപോലെ തന്നെ ഹെൽത്ത് സെക്ടറും അല്ലെങ്കിൽ പ്രകൃതിക്കും തന്നെ ഒരേപോലെ തന്നെ ഇത് അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് നോക്കാം. Genuine management of leakage waste is important to protect the health and protection of people and the environment. നമ്മളിത് നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ്? പ്രകൃതിക്കും അല്ലെങ്കിൽ എന്താണ് ഹെൽത്തിന് അല്ലെങ്കിൽ ചുറ്റുപാട് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാനായിട്ട് കാരണമായേക്കും. ഇനി in hospitals, leakage waste can cause a risk of infection to healthcare workers and patients.
അല്ലെ? ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ലീക്കേജ് വേസ്റ്റസ് മൂലം അത് അനുഭവിക്കേണ്ടി വരുന്നത് ആർക്കൊക്കെയാണ്? അതിന്റെ റിസ്ക് പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ പോലുള്ള സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനുമാണ് അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വേസ്റ്റസ് വന്നു കഴിഞ്ഞാൽ അടുത്ത പേഷ്യൻസിനെയും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയുമാണ് അത് ബാധിക്കുന്നത്. As well as the prospects for the spread of diseases. മാത്രമല്ല ഇൻഫെക്ഷൻസിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻഫെക്ഷൻ കാരണം എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? സ്പ്രെഡ് ഓഫ് ഡിസീസസ്. എന്താണ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്? അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ഇൻഫെക്ഷൻസിലൂടെ പലതരത്തിലുള്ള അസുഖങ്ങൾ തന്നെ പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഓക്കെ. Besides, dangerous leakage waste can threaten the environment if not managed in proper manner. അപ്പോൾ നമ്മള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മള് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ്? അതേ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനും ഒരേപോലെ തന്നെ അത് അപകടകരമാണ്. ഓക്കെ, പ്രോപ്പർ മാനേജ്മെന്റ് ആണ് ഇതിന് അത്യാവശ്യമായിട്ട് വരുന്നത്. To successfully manage leakage waste in hospitals, it is necessary to have a leakage response plan. അപ്പൊ നമുക്ക് ഈ വേസ്റ്റുകൾ മാനേജ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് എന്ത് വേണം? വ്യക്തമായ ഒരു ലീക്കേജ് പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ? അതായത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ്? ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് എങ്ങനെ നീക്കം ചെയ്യണം, ഏതൊക്കെ റിസോഴ്സസിലൂടെ നീക്കം ചെയ്യണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് വേണം, ഏതൊക്കെ സ്റ്റാഫുകൾ അതിന് വേണം അല്ലെ? എത്ര പേർക്ക് അതിന്റെ പ്രൊസീജിയർ, നമ്മള് സ്പില്ലേജ് ക്ലീൻ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ ഏതൊക്കെ സ്റ്റാഫുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, ഏതൊക്കെ മെറ്റീരിയൽസ് അതിന് ഉപയോഗിക്കണം, എങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യണം, മറ്റ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതായത് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തമായ ഒരു റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുക. റെസ്പോൺസ് പ്ലാനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഏതൊക്കെ സ്റ്റാഫുകളെ അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് പഠിപ്പിക്കണം, ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ വേണം, ഏതൊക്കെ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് വേണം, ഏതൊക്കെ പോളിസി ഉപയോഗിച്ചിട്ടായിരിക്കണം നീക്കം ചെയ്യേണ്ടത്, എന്തൊക്കെ ലോക്കൽ റെഗുലേഷൻസ് ഒക്കെ അവിടെ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം തയ്യാറാക്കേണ്ടത് പ്ലാനാണ് അല്ലെ? ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ജെനുവിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർ മാനേജ്മെന്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്തെങ്കിൽ ഒരേപോലെ തന്നെ എന്താണ്? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ ഇത് അപകടകരമാണ്. പ്രോപ്പർ ആയിട്ട് നമ്മളിത് മാനേജ് ചെയ്തേ മതിയാവും. ഓക്കെ, ഇതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ളത്? എന്തെങ്കിലും ഒരു ധാരണ കിട്ടിയോ? പിള്ളേരെ നമ്മൾ കുറെ നേരമുണ്ട് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കും ഹസാർഡുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റിസ്ക് ആൻഡ് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, അതായത് അപകടങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇൻഫെക്ഷൻ ആണ് അല്ലെ? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാവാം, ഇഞ്ചുറീസ് ഉണ്ടാവാം, റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാവാം, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവാം, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ്? സം ഓഫ് ദി റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റിസ്കും ഹസാർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അപകടങ്ങളും അപകട സാധ്യതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഇൻഫെക്ഷൻ അല്ലെ? അണുബാധ. ഇത്തരം വേസ്റ്റസിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് നോക്കാം, leakage of blood and body fluids can spread transmittable diseases such as HIV, hepatitis B, C, and other blood-borne pathogens. Healthcare staff and patients who engage with polluted items are at a risk of getting sick. ഇൻഫെക്ഷൻ സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് നമ്മളെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഇടപഴകുന്നുണ്ട് അല്ലെ? ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ലബോറട്ടറി അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് എന്താണ് ഇടപെടുന്ന സമയത്ത് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ആയിട്ട് ഇടപെടുന്ന സമയത്ത് എന്താണ്? അതിൽ നിന്ന് എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്?
ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് പകർച്ചവ്യാധികളാണോ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്? യെസ് അല്ലെ. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? HIV അല്ലെ, HIV വരുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, പിന്നെ അതർ ബ്ലഡ് ബ്ലോൺ പത്തോജൻസ്, മറ്റ് രക്തത്തിലെ മറ്റ് രോഗകാരികൾ വരുത്തുന്ന തരത്തിലുള്ള അസുഖങ്ങളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡുമായിട്ടുള്ള സമ്പർക്കം വരുന്ന സമയത്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് എന്ത് വരുന്നത്? ഇത്തരം ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവുന്നത്. അതിൽ വരുന്നതാണ് HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി എന്താണെന്ന് അറിയാമോ? ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്തിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് കേട്ടിട്ടുണ്ടാവുമല്ലോ നേരത്തെ. എന്തായിരിക്കും? എന്തിനെ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി? ലിവർ ഇൻഫെക്ഷൻ ആണ് അല്ലെ. ലിവർ ഇൻഫെക്ഷൻ ആണ്, ലിവറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് എന്താ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, യെസ്. HIV അറിയാലോ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അല്ലെ. HIV എന്താണ്? ഹ്യൂമോ ഇമ്മ്യൂണോ വൈറസ്. അത് അറിയാത്തവർ വേണമെങ്കിൽ എതിർത്തോളൂ കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിനിക്സ് വൈറസ്. അത് നമുക്ക് ടെർമിനോളജിയിലൊക്കെ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞുതരാം. അത് ടെർമിനോളജി ഓൾറെഡി നിങ്ങൾ പഠിക്കും കേട്ടോ. ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തില്ലേ? നിങ്ങൾക്ക് പഠിപ്പിച്ചല്ലോ. അത് കഴിഞ്ഞ് പ്രിഫിക്സും സഫിക്സ് ഒക്കെ കഴിഞ്ഞോ? പ്രിഫിക്സ് സഫിക്സ് കംപ്ലീറ്റഡ് ആയോ? റൂട്ട് വേർഡ് സ്റ്റാർട്ട് ചെയ്തോ? പ്രിഫിക്സും സഫിക്സും പഠിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, യെസ്. നിങ്ങൾ ടെർമിനോളജി ആദ്യമായിട്ട് പഠിക്കുന്നവരാണോ? മെഡിക്കൽ ടെർമിനോളജി ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടോ ഇതില്? നെക്സ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ എക്സ്പോഷർ ആണ് അല്ലെ. രാസവസ്തുക്കളുടെ ചോർച്ച മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ. എന്തൊക്കെ രാസവസ്തുക്കളാണ്? ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് healthcare staff and patient to toxic substance which can lead to skin irritation, respiratory problems, or other health issues. Chemical exposure എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കളുമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ. എന്തൊക്കെയാണ് കെമിക്കൽ എക്സ്പോഷർ വരാനുള്ള സാധ്യതകള്? ടോക്സിക് സബ്സ്റ്റാൻസുമായിട്ട് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളുമായിട്ട് ഇടപെടുന്ന സമയത്ത് സ്കിന്നിന് പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് സംഭവിക്കാം. റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് സംഭവിക്കാം. പിന്നെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസും ഇത്തരത്തിലുള്ള രാസവസ്തുക്കളുമായി ബന്ധപ്പെടുന്ന സമയത്ത് എന്താണ് നമുക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, അപ്പോ രാസവസ്തുക്കളുടെ ചോർച്ച മൂലവും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത്തരം സ്പീവേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനും ഒരേപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരേപോലെ തന്നെ അപകടകരമാണ്. ഓക്കെ, കെമിക്കൽ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അതർ ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, ക്ലിയർ? കെമിക്കൽ എക്സ്പോഷർ മനസ്സിലായോ? ഓക്കെ, then injury. Leakage of shafts endanger both healthcare staff and patients, increasing the risk of puncture wounds and possibility of blood-borne pathogens. Injury, എന്താണ് ഇഞ്ചുറി? നമ്മുടെ മൂർച്ചയുള്ള വസ്തുക്കൾ മൂലം, മൂർച്ചയുള്ള വസ്തുക്കളുടെ ലീക്കേജസ് മൂലം നമുക്ക് എന്ത് സംഭവിക്കാം? ഇഞ്ചുറീസ് സംഭവിക്കാം അല്ലെ. അതെങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ചില സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചപ്പോഴാണോ പഠിച്ചത്? ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചപ്പോ പങ്ക്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പങ്ക്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സ്, എങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? പങ്ക്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സ്. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ അല്ലെ, അല്ലെങ്കിൽ മൂർച്ചയുള്ള വസ്തുക്കൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള്
പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരം മെറ്റീരിയൽസുമായിട്ട് ഇടപെടുന്ന സമയത്തൊക്കെ എന്താണ് മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ മുറിവുകളിലൂടെ അപകടം വരാനുള്ള സാധ്യതയുണ്ടോ? മുറിവുകളിലൂടെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? മുറിവുകളിലൂടെ അത് രക്തത്തിലേക്ക് പകരാനും പലതരത്തിലുള്ള രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതിനും അത് കാരണമാകുന്നു, അല്ലെ? ഓക്കെ, അപ്പൊ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ അവിടെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് നമ്മൾ PPE ഒക്കെ വെയർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ ധരിക്കാതിരുന്നു കഴിഞ്ഞാലും എന്താണ് അത്തരത്തിലും ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇഞ്ചുറീസിലൂടെ എന്താണ് പേഷ്യൻസിന്റെ രക്തത്തിലേക്ക് ഇൻഫെക്ഷൻസ് വരാനും മറ്റു തരത്തിലുള്ള ആരോഗ്യ കാരണങ്ങളിലേക്ക് ഇത് കാരണമാകാനും സാധ്യതയുണ്ട്. അപ്പോ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു റിസ്ക് ആൻഡ് ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇഞ്ചുറീസ് ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ എക്സ്പോഷർ. Leakage of radioactive materials can expose healthcare workers and patients to ionizing radiation, which can cause us radiation illness, cancer, or other health issues. What is radiation exposure? എന്താണ് radiation? റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ലീക്കേജസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് എന്താണ് പേഷ്യന്റ് ടു അയണൈസിങ് റേഡിയേഷൻ. ഏതൊക്കെ സമയത്താണ് ഈ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാവുന്നത്? നമുക്ക് സിറ്റുവേഷൻസിലാണ് റേഡിയേഷൻ സംഭവിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹോസ്പിറ്റലില്? പറയേ. ഓപ്പിന്നാണോ ഉണ്ടാവുന്നത്? ഓപ്പിന്നാണോ? എവിടെ നിന്നാണ് റേഡിയേഷൻ ഉണ്ടാവുന്നത്? എവിടെന്നാണ്? പറ. റേഡിയേഷൻ എക്സ്പോഷർ സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? പറഞ്ഞേ. റേഡിയേഷൻ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ഏറ്റവും കൂടുതൽ റേഡിയേഷന് സാധ്യത വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ഏതാ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? റേഡിയേഷൻ റൂംസ്. നമുക്ക് അതിന് പുറത്തേക്ക് കൂടി പോകുമ്പോ തന്നെ എന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് വരെ വരാനുള്ള സാധ്യത. പുറത്തുകൂടി പോയി കഴിഞ്ഞാൽ തന്നെ അല്ലെ? അപ്പൊ അതൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം എന്താണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? റേഡിയേഷൻ എക്സ്പോഷർ മൂലം എന്തൊക്കെ, പ്രത്യേകിച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് മൂലം എന്തൊക്കെ സംഭവിക്കാം? റേഡിയേഷൻ ഇൽനെസ് ഉണ്ടാവും അല്ലെ? റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ഇൽനെസ് സംഭവിക്കാം. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ. നിങ്ങൾ റേഡിയോളജി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, റേഡിയേഷൻ ഇഫക്റ്റ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ. അത് എത്തിയോ? അവിടെ വരെ എത്തിയോ ക്ലാസ്? സിവിയർ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? പഠിച്ചില്ല? എല്ലാ ചാപ്റ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്ററുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് കിരണങ്ങളുടെ മൂലം ഉണ്ടാകുന്ന മെറ്റീരിയൽസ് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാകുന്നത്. ഓക്കെ, അതിന്റെ പ്രധാന കാരണം എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ വരാം? ക്യാൻസർ മുതലായിട്ടുള്ള മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. ഇനി എൻവയോൺമെന്റൽ പൊല്യൂഷൻ. Environmental pollution. Leakage of dangerous materials can contaminate the environment, including soil, water, and air. This pollution can cause long-term results on human health and environment. ഇനി എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ? പരിസ്ഥിതി മലിനീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുമൂലം? സ്പില്ലേജ് വേസ്റ്റ് മൂലം അല്ലെ? അതായത് അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് മൂലം എന്താണ് പ്രകൃതി മലിനമാകാനുള്ള സാധ്യത. പ്രകൃതി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അത് ഉൾപ്പെടുന്നത്? സോയിൽ അല്ലെ? മണ്ണ് മലിനീകരണം സംഭവിക്കാം, ജലമലിനീകരണം സംഭവിക്കാം, വായു മലിനീകരണം സംഭവിക്കാം. ഈ രീതിയിൽ എന്താണ് പരിസ്ഥിതിയിലെ മലിനീകരണം നടക്കുന്നുണ്ട്. Okay, this pollution can cause long-term result on human health and environment. അപ്പൊ ഈ മൂന്ന് പൊല്യൂഷൻ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് ആരെയൊക്കെ ബാധിക്കുന്നുണ്ട്? ഇതിന്റെ റിസൾട്ട് ബാധിക്കുന്നത് ആരെയാണ്? മനുഷ്യന്റെ ആരോഗ്യത്തെയും ഒരുപോലെ തന്നെ പ്രകൃതിയെയും ഇത് ബാധകമാണ്. പ്രകൃതിയെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് എന്ത്? പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്. എന്ത് മെറ്റീരിയൽസ് മൂലം ഉണ്ടാവുന്ന മലിനീകരണമാണ്? ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽ. അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ പുറന്തള്ളുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മണ്ണും വായുവും ജലവും ഒക്കെ മലിനമാകുന്നത്. അത് മനുഷ്യനും പ്രകൃതിയും ഒരേപോലെ തന്നെ എന്താണ് അപകടകരമാണ്. ഓക്കെ, ക്ലിയർ ആണോ?
യെസ്. Then last risk എന്ന് പറയുന്നത് നോക്കാം, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മള് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക്കും ഹസാർഡ്സുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വരുന്ന എന്താണ്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. Inappropriate handling and disposal of leakage waste may cause legal and financial liability for hospitals and healthcare organizations. എന്താണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഹോസ്പിറ്റല് പ്രോപ്പർ ആയിട്ടല്ല ഈ സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അത് അവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഒരു വലിയ തരത്തിലുള്ള ലയബിലിറ്റി ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു അല്ലെ. അതായത് നിയമപരവും സാമ്പത്തികപരമായിട്ട് ഉത്തരവാദിത്തം എന്ന രീതിയിലൂടെ സൂചിപ്പിക്കുന്ന എന്താണ്, ഈ ലീക്കേജ് വേസ്റ്റസ് നിയമാനുസൃതമായിട്ട്, അതായത് ഇതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് കുറച്ച് നിയമ സാധ്യതകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസ് അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മളതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടല്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽ അത് വേസ്റ്റ് മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാധ്യത ആയിട്ട് മാറിയേക്കാം. ഓക്കെ, അതും എന്ത് തന്നെയാണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകട സാധ്യത തന്നെയാണ്. ഓക്കെ, ഹോസ്പിറ്റലിലും പേഷ്യൻസിനും ഒക്കെ ഒരേപോലെ തന്നെ ഇത് അപകടമാകാനുള്ള കാരണമാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന്? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ എന്ന് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഇതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം നമുക്ക് ഇച്ചിരി ഒരു ടഫായിട്ട് തോന്നുള്ളൂ, ഇച്ചിരി കുറച്ച്. ബാക്കിയൊക്കെ എന്താണ്, നമ്മളിപ്പോ ഇതിൽ പഠിക്കുമ്പോൾ ഓരോ ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ പഠിക്കും. ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് ഏകദേശം എല്ലാം ഒരേ മെത്തേഡാണ്. അപ്പൊ ഈ 5 മെത്തേഡും ഏകദേശം നിങ്ങൾ പഠിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരേപോലെ തന്നെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ചിലതിൽ മാത്രം ലബോറട്ടറി സ്പില്ല് വേസ്റ്റ് മാത്രം നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ മതി. ബാക്കി എല്ലാം ഒരേ സ്റ്റെപ്പുകളിൽ കൂടെ തന്നെയാണ് എല്ലാം കടന്നു പോകുന്നത് കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. എന്തൊക്കെ റിസ്കും ഹസാർഡ്സും ആണ് സ്പില്ലേജ് വേസ്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നത്? എന്തൊക്കെയാണ് വരുന്നത്? ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു, കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാവുന്നു, റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാവുന്നു, ഇഞ്ചുറീസ് സംഭവിക്കുന്നു, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവുന്നു. പിന്നെ എന്താണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കൂടെ, അല്ലെങ്കിൽ വലിയൊരു ലയബിലിറ്റി ഉണ്ടാക്കാനായിട്ടും പേഷ്യൻസ് ഹോസ്പിറ്റലിന് അത് കാരണമാകുന്നു. അതായത് പ്രോപ്പർ ആയിട്ട് സ്കില്ല് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് അത് നയിക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്. Okay, thank you. Thank you. Have a nice day. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. Thank you.